അവർക്കൊക്കെ ഓരോ പ്രത്യേകതയുണ്ടായിരുന്നു. ഇപ്പോൾ പാരമൗണ്ട് സ്റ്റുഡിയോയ്ക്ക് ഹാസ്യ ചിത്രങ്ങളുമൊക്കെയാണ് അവരുടെ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. അവർക്ക് എഴുത്തുകാരും സംവിധായകരുമാണ് അവർക്ക് പ്രധാനം. അതേസമയം മെട്രോ ഗോൾഡ്വിൻ മേയർ, MGMൻ്റെ പ്രത്യേകത താരങ്ങളായിരുന്നു. ഏറ്റവും വലിയ താരങ്ങളായിരുന്നു അവരുടെ സ്റ്റുഡിയോയിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ MGMൻ്റെ ഒരു ഒരു പബ്ലിസിറ്റി തന്നെ എങ്ങനെയെന്ന് വെച്ചാൽ, ആകാശത്തുള്ളതിനേക്കാൾ നക്ഷത്രങ്ങൾ ഞങ്ങളുടെ കോൺട്രാക്റ്റിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അതേസമയം 20th സെഞ്ച്വറി ഫോക്സ് അവർ വളരെ ചരിത്രപരമായ ചിത്രങ്ങളുടെ സ്പെഷ്യലിസ്റ്റുകളായിരുന്നു. ഇങ്ങനെ ഓരോ സ്റ്റുഡിയോയും അവരവരുടേതായ രീതിയിൽ അവരവരുടെ സ്വഭാവം പുലർത്തുകയും ഓരോ സ്റ്റുഡിയോയ്ക്കും അവരുടേതായ സംവിധായകർ, അവരുടേതായ ആർട്ടിസ്റ്റുകളുണ്ട്. ഇനി ഇൻ കേസ് അതിലേതെങ്കിലും സംവിധായകനെയോ ആർട്ടിസ്റ്റിനെയോ മറ്റൊരു സ്റ്റുഡിയോയ്ക്ക് വേണമെങ്കിൽ ഈ സംവിധായകൻ്റെയും ആർട്ടിസ്റ്റിൻ്റെയും മാത്രം പെർമിഷൻ പോരാ, ആ സ്റ്റുഡിയോയുടെ കൂടെ പെർമിഷൻ വാങ്ങണം. പെർമിഷൻ മാത്രം പോരാ, അവർക്കും പ്രതിഫലത്തിൻ്റെ ഒരു പങ്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ ആ സ്റ്റുഡിയോയ്ക്കും കൊടുക്കേണ്ടി വരും. ഈ തരത്തിലൊക്കെ ആയിരുന്നു ഈ സ്റ്റുഡിയോകൾ തമ്മിലുള്ള, അവിടെ ഈ വമ്പൻ സ്റ്റുഡിയോകൾ തമ്മിൽ പെരുമാറിയിരുന്നു.